സോ ഗൈസ് ഇന്ന് ഇവിടുത്തെ ബോഗിയാണ്. സോ നമ്മളിവിടെ നമുക്ക് ഇന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വീക്ക് ഓഫ് ആയിരുന്നു, പക്ഷേ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകണം. ഉച്ചയ്ക്ക് നമ്മൾ വേറെന്തൊക്കെയും ഉണ്ടാക്കും. സോ ഇത് കാണിച്ചു തരട്ടോ. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എടുക്കണം, ഉപ്പുമാവ് ഉണ്ടാക്കാം. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന വെള്ളം കൊണ്ടാണ് ഇന്നലെ ഉണ്ടാക്കിയത്. പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര വെയിൽ കിട്ടും. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് നമുക്ക് ഭയങ്കര വയറുവേദന എടുത്തു. ആ ടെസ്റ്റ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ആ വെള്ളം എടുത്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും വയറുവേദന എടുത്തു. അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടുത്തെ ഫിൽറ്ററിൽ വെള്ളം എടുത്തുകൊണ്ട് വരാം. പക്ഷേ ഞങ്ങൾ എവിടെ പോയാലും പ്രശ്നം, അവിടെ വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ വെള്ളം തന്നു. അപ്പോൾ നമ്മൾ ഈ പന വെള്ളത്തിൽ തന്നെ ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇതിൻ്റെ വൃത്തിയൊന്നും നോക്കണ്ട, കാരണം നമ്മളെല്ലാം ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയതുള്ളൂ ഈ അടുക്കള. സോ ഇതിനകത്ത് മാത്രം നോക്കിയിട്ട് ഞങ്ങൾക്ക് എളുപ്പമുണ്ട് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ. ഇതിലൊക്കെ ഉണ്ടാക്കിയാണോ നമ്മൾ കഴിക്കുന്നത് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് എളുപ്പമുണ്ട്. പക്ഷേ വേറൊരു മാർഗ്ഗമില്ലാത്തത് നമുക്ക് ഉണ്ടാക്കില്ല പറ്റും. ഓക്കെ ഗൈസ്, ഞാൻ ഉണ്ടും അങ്ങനെ കേട്ടിട്ടേൽ കുറച്ച് വൃത്തി വരട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ ഇതിവിടെ ഉണ്ടാക്കുന്നുണ്ട്. വൃത്തിയാണ് കാണിച്ചത് കേട്ടോ. നമുക്ക് രാവിലെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളല്ലല്ലോ ഹാൻഡിൽ, ഞങ്ങളാണ് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ, ബട്ട് വെള്ളം കുടിക്കും. അതെ, അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി. പക്ഷേ ഉപ്പുമാവിനകത്ത് ഉപ്പില്ല, പഞ്ചസാര ഇട്ടിട്ടു. കറിയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് വയ്യ. ഒന്നാമെന്ന് വെച്ചാൽ ഉപ്പുമാവ് ഇഷ്ടമല്ല, പിന്നെ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക. ഇതിനുള്ള പ്രിപ്പറേഷൻസാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ചിലപ്പോൾ നമ്മളെല്ലായിരിക്കും ഉണ്ടാക്കുന്നത്, കാരണം നമുക്കറിയത്തില്ല. കറിയാളിക്ക് ഉണ്ടാക്കുന്നത് പിന്നെ നേരത്തിന് കാണിച്ചു. ചിക്കൻ കറി ഇങ്ങനെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ചിക്കൻ കറി ഉണ്ട്, ഗ്രീൻ പീസ് എന്നാ ബീൻസ് ഉണ്ട്, പിന്നെ വെള്ള എന്തൊക്കെയോ സാധനം, പിന്നെ അച്ചാറ്. നമ്മൾ ഇവിടെ ഇരുന്ന് കേട്ടോ കഴിക്കുന്നത്. സോ ഗൈസ്, ഇവിടെ പൊങ്കലായതുകൊണ്ട് തന്നെ ഇവിടെ പിള്ളേരെല്ലാം കൂടെ പട്ടം പറത്തുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ സംഭവം എന്താ വെച്ചാൽ പൊങ്കലും പോട്ടെ, എന്താ ബോഗി. ഒരു സംഭവം എന്ന് വെച്ചാൽ ബോഗി വേറെ എന്തോ ഇനി പറയും, നമ്മൾ എന്താ മറന്നുപോയി. വേറൊന്നുമല്ല, രാവിലെ ഇവർ എണീച്ചിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഇവിടെ വന്ന് നിന്നോ കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഇവർ ഫുഡ് കഴിക്കത്തുള്ളൂ. അതും കുളിക്കുന്ന സോപ്പ് ഇട്ടിട്ടല്ല, ഗോതമ്പ് പൊടി ഇട്ട് കുളിച്ചിട്ട് റൊട്ടി ഉണ്ടാക്കി തിന്നിട്ട് ബ്രിഞ്ചൽ കറി ഉണ്ടല്ലോ, ബ്രിഞ്ചൽ കറി ഉണ്ടാക്കി അത് കൂട്ടി കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എള്ളുണ്ട കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് പട്ടം പറത്തും. ഇതാണ് ഇവിടുത്തെ സംഭവം. പിന്നെ കോല ഇടും. അതുകൊണ്ട് ഇത്ര ഉള്ള സംഭവം. എപ്പോഴും ഇവിടെന്ന് വെച്ചാൽ മെയിൻ എപ്പോഴും ഉള്ള വങ്ങളല്ലോ, എല്ലാ വീട്ടിലും പടിയിലും ഒക്കെ ഉണ്ട്. എന്തിനാ എൻ്റെ വായിലോട്ട് നോക്കിയിരിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് ഗൈസ് എടുത്ത കാര്യം. അപ്പോൾ നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ടെങ്കിൽ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിലിട്ട കുന്ത്രാണമൊക്കെ കോലമൊക്കെ കാണിച്ചത്. കുറേ വീട്ടിൽ പല ഡിസൈൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കാണിച്ച് തന്നിട്ട് നമുക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലിട്ടേക്കണേ. അവിടെ അപ്പുറത്ത് കുറേ പേര് ഇട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കാണിച്ച് തരാം. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫെസ്റ്റിവലാണ് അത്രേ ഉള്ളൂ. ഈ ഗായ്സ് ഇതുപോലെ കുറേ ഉണ്ട് ഇവിടെ. ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളൂ ഗായ്സ് ഇവിടുത്തെ ഞങ്ങോട്ടൊക്കെ കുറേ വീട്ടിലുണ്ട്. ഇത്രേ ഉള്ളൂ ഇവിടെ കുറേ കോലൊക്കെ. ഇതിൽ വേറെ ഇതും കൂടെ ഉണ്ട് പ്രത്യേകത, ഇവർ കണ്ണ് മാറാൻ എന്നുള്ള സംഭവം ചെയ്യും. സോ ഗൈസ് നമ്മൾ ഇപ്പോൾ പുറത്തോട്ട് പോവുകയാണ്. മുമ്പ് വന്നിട്ട് നമ്മളിവിടെ കയറി കിടന്നു, പിന്നെ നമ്മൾ എവിടെ പോയൊന്നുമില്ല. സോ ഇപ്പം പുറത്തോട്ട് പോവാം, നടക്കാൻ വേണ്ടി പോവാം. കൂടുതൽ ദൂരം ഒന്നും പോകാൻ നമുക്ക് ഇവിടുത്തെ വഴിയും പൊഴിയൊന്നും അറിയത്തില്ല. സോ ഞാൻ ആദ്യം തേക്കാൻ പോകുന്നത് നിബ്ബയുടെ ക്രീം. എന്ത് അപ്പുറത്ത് പിള്ളേർ പട്ടം എടുത്തിട്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പിള്ളേര് വായോ എന്തേ കാര്യം പറ, അതൊക്കെ വരാം. സോ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ തേക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ തേച്ചോ? കുറച്ച് സ്കിൻ പ്രൊട്ടക്ഷൻ കിട്ടും. സോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തേത്. സോറി, എന്താ താഴെ വീണു, അല്ല ക്രീം താഴെ വീണു. ഇനി നമുക്ക് സൺസ്ക്രീന് തേക്കാം.
സൺസ്ക്രീന് ഇതല്ല സൺസ്ക്രീൻ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതിനകത്ത് ഞാൻ പിഴിഞ്ഞിട്ടിട്ടുണ്ട് സൺസ്ക്രീൻ. ഇഷ്ടംപോലെ ഉണ്ട്, ചേട്ടൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ്. അത് ഇഷ്ടംപോലെ ഇപ്പം നമ്മൾ ഇതിന് വേറെ വാങ്ങുന്നേ കരുതിയിട്ട് ഞാൻ ഒരു ഡപ്പിക്കകത്തോട്ട് കയറ്റിയിട്ടു. സോ ഇത് നമുക്ക് തേക്കാം. സൺസ്ക്രീൻ ഒരുപാട് തേക്കാട്ടോ, കാരണം കുറേ ഉണ്ടല്ലോ. വിശക്കൊന്നും കാണിക്കണ്ട. പണ്ടൊക്കെ ഞാൻ വെച്ചാൽ സൺസ്ക്രീൻ കുറച്ചേ എടുക്കുള്ളൂ, പിശുക്ക്. കാരണം സൺസ്ക്രീനൊക്കെ ഭയങ്കര ബാഡല്ലേ, കുനിഞ്ഞു ഭയങ്കര ബാഡ്. വാങ്ങാം. എനിക്ക് എൻ്റെ സ്കിൻ ടോണ് വാങ്ങിച്ച് നോക്കി എടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതാണ് എടുക്കുക. അധികമൊന്നും തേക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. കണ്ണിൻ്റെ ഇവിടെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പണിയല്ലേ, 24/7 പണിയായതൊന്നും ഉറക്കമില്ല. നമ്മളിങ്ങനെ റെയറായിട്ടൊക്കെ ഇത് തേക്കാറുള്ളൂ. ഇതൊക്കെ ഫോണിനകത്ത് കാണുമ്പോൾ കറക്റ്റ് ബ്ലെൻഡായ പോലുണ്ട്, പക്ഷേ കണ്ണാടിയിലെടുത്ത് നോക്കുമ്പോൾ ഒരു രസം കാണില്ല. ഇതെന്ന് വെച്ചാൽ കണ്ടു, ഇങ്ങനെയാണ് കാര്യം. ഇപ്പോൾ നമുക്കിതിന് മണ്ടയ്ക്കൂടെ പൗഡർ തേക്കാം. പൗഡർ പറഞ്ഞാൽ എന്താ, ഈ പൗഡർ ഞാൻ കോമ്പാക്ട് പൗഡറിൻ്റെ ഉണ്ട്, പക്ഷെ എനിക്ക് കോമ്പാക്ട് പൗഡർ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് പൗഡർ തേക്കാം. ഇതിന് നല്ല മണമാണ്. ഇതൊക്കെ ട്രാവൽ ഫ്രണ്ട്ലി സാധനം കേട്ടോ, ആണെന്നറിയാലോ. തേക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് തേക്കാം. ലിപ്സ്റ്റിക്ക് പറയുമ്പോൾ എൻ്റെ കയ്യിലെ ലിപ്സ്റ്റിക്കെല്ലാം കളനടിച്ചുകൊണ്ട് പോയി. ഞാൻ സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു, അതെല്ലാം കളനടിച്ചുകൊണ്ട് പോയി. ഇപ്പം എൻ്റെ ഉള്ളത് ഇതിൻ്റെ വേറൊന്നും കോംബോ കുറച്ച് തേക്കാം. ഓൾറെഡി ചെറിയൊരു ടിൻ്റ് ഉണ്ട് ചുണ്ടിന്, കുറച്ച് തേച്ചാൽ മതി. അപ്പം അതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. നമ്മൾ ഇത്ര ഇടാറുള്ളൂ, കുറച്ചിട്ടാലും കൂടിയിരിക്കും എൻ്റെ ചുണ്ടത്ത്. അതാണ് എൻ്റെ ചുണ്ടിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് നേരം നിവർന്ന് നിൽക്കട്ടെ. ഇതെല്ലാം ഉടുപ്പ്. ഇത് 5 രൂപയുടെ അല്ല 10 രൂപയുടെ ഐബ്രോ പെൻസിൽ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, എല്ലാ കടയിലുണ്ട്. അതെ, ഇതാണ് ഞാൻ വർഷങ്ങളോളം കാലാകാലങ്ങളോളം യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ ഐബ്രോ പെൻസിൽ കൊണ്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അയ്യോ, ഇതിപ്പോൾ ഇതിനകത്തോട്ട് നോക്കി വരയ്ക്കുന്നുണ്ടൊക്കെയാണ് ഗായ്സ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മോന്ത കാണിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം കുളമായി. നമുക്ക് കുറച്ച് അതും ഇതിൻ്റെ ലിപ് ഗ്ലോസ് അവിടെ ഒരാൾ ഒരുങ്ങുണ്ട്, ലിപ് ഗ്ലോസ് വരെ കള്ളനടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ 20 രൂപയുടെ ലിപ്സ് ഗ്ലോസാണ് ഇടുന്നത്. ഇത് ട്രാൻസ്പാരൻ്റ് ആയിരുന്നു, അതിനകത്ത് കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടതാണ് മൈഗ്ലാമിൻ്റെ. തിളങ്ങട്ടൊക്കെ നമ്മൾ തുള്ളി തേക്കാം. തിളങ്ങിട്ട് നമ്മൾ ഇതൊക്കെ മതി. ഇത്രേ ഉള്ളൂ മേക്കപ്പ് ഹിൻ്റെത്. കിട്ടുന്നില്ല. പിന്നെ എൻ്റെ മുടിയുടെ കളറൊക്കെ പോയി. ഇനി പുതിയത് ഞാൻ ഓർഡർ ചെയ്യാൻ കരുതിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമുക്കിനി വരുമ്പോൾ അത് ഓർഡർ ചെയ്യാം. ഗോൾഡ് ചുമലൊക്കെ മാറ്റി ഇതാക്കി. ഒരു സംഭവം ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കാണിക്കാം. ഇത് പൂജയുടെ, ഇത് ഇൻ്റത്. ഒരെണ്ണത്തിന് 120 രൂപയാണ്. നമുക്കതിട്ടിട്ട് ഇന്ന് പുറത്ത്, കാരണം ജോലിക്കിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെവിക്കത്ത് കയറി.
മുടിയൊന്നും കെട്ടാൻ എനിക്ക് വയ്യാത്തോണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് വായിപ്പുളർന്ന് വെക്കാം. പിന്നെ കെട്ടാം, വേറെ വഴിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുങ്ങിയിട്ട് ലൈം ടീ കുടിക്കാൻ പോയി. ലൈം ടീ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ബദാം ജ്യൂസ് കണ്ട് അതും കുടിച്ച് കുർക്കുറേ വാങ്ങിച്ച് ഞങ്ങൾ പതിയെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിൽ കിട്ടിയില്ല, കാരണം ഇന്ന് എന്തൊക്കെ ഫെസ്റ്റിവൽ അല്ലേ. അതിനുശേഷം ഞങ്ങൾ 2 പൊറോട്ട വാങ്ങിച്ച് ചിക്കൻ കറിയും കൂട്ടി അത് കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. അപ്പം മുട്ട 2 പേരും ഒരെണ്ണം വാങ്ങി ഒരെണ്ണം വെച്ച് പുഴുങ്ങി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ വന്നു.